ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതിന്റെ മൂർധന്യതയിൽ എത്തിയിരിക്കുകയാണ്. നിരവധി രാജ്യങ്ങൾ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. നിരവധി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ഇന്ത്യയോട് സംയമനം പാലിക്കാൻ, ഇന്ത്യയോടും പാകിസ്ഥാനോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു വലിയ സംഘർഷത്തിലേക്ക് മേഖല നീങ്ങുന്നത് പരമാവധി ഒഴിവാക്കാൻ എല്ലാവരും ആവശ്യപ്പെടുന്നു. പക്ഷേ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയിട്ട് വെറുതെ അങ്ങ് പോകാൻ കഴിയില്ല എന്ന് എല്ലാവരോടും, ലോകത്തോട് മുഴുവൻ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ഇന്ത്യ മഹാരാജ്യം തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഏത് രീതിയിലേക്ക് ഒരു സംഘർഷം വന്നാൽ ഏത് രീതിയിലേക്ക് അത് നീങ്ങാൻ സാധ്യതയുണ്ട്, ഇപ്പോഴത്തെ ലോക സമാധാനത്തിന്റെ ആ ഒരു ക്രമത്തിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ അത് വരുത്തും. നമുക്കറിയാം, ഉക്രൈൻ റഷ്യ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ മിഡിൽ ഈസ്റ്റിൽ വലിയ സംഘർഷം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, ചിരവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും രണ്ട് ആണവായുധ രാജ്യങ്ങൾ തമ്മിൽ ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സമയത്ത് ആണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ഇന്ത്യ മഹാരാജ്യം സൈന്യത്തോട് കൃത്യമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തിരിച്ചടിക്കാൻ കൃത്യമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. ഈ സമയത്താണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് സാമൂഹ്യ നിരീക്ഷകനായ ഫാദർ സ്കോട്ട് ശ്രീബ പുളിമൂടനുണ്ട്. അതുപോലെ തന്നെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ടി ദേവപ്രസാദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാമൂഹ്യ നിരീക്ഷകൻ അമൽ സിറിയക്കും നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്താൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്കറിയാം, വലിയ സംഘർഷമാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കാശ്മീർ ആരുടെ കൂടെ നിൽക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നു. അതുപോലെ തന്നെ മതത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു ആക്രമണം നടത്തിയതിനെ കുറിച്ചും പല വിശകലനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാദർ സ്കോട്ട് ശ്രീബ പുളിമൂടൻ, നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കുറച്ച് അധികം നാളുകളായിട്ടില്ല നമ്മൾ ചർച്ച ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ഹമാസ് തീവ്രവാദികൾ കാശ്മീരിൽ വന്നു, അവിടെ ഭീകരവാദികളുമായി ചർച്ചകൾ നടത്തുന്നു, ഇന്ത്യയിൽ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നു അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചർച്ചയായതാണ്, നിരവധി ചർച്ചകൾക്ക് വിധേയമായതാണ്. ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിയിരിക്കുന്ന ഈ ഒരു ആക്രമണം കൃത്യമായി നമുക്ക് അറിയാം, ഒരുപക്ഷെ ഒരു ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നടത്തിയ, ഒക്ടോബർ 7 നടത്തിയ ഒരു ആക്രമണം പോലെ, അതുപോലെ ഒരു പരമാധികാര രാജ്യത്തിലേക്ക് കടന്നു കയറി ഒരു ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു ആക്രമണം. അപ്പോൾ അത് കൃത്യമായും രാജ്യം, ഇപ്പോൾ ഇസ്രായേൽ അത് കൃത്യമായി അഡ്രസ്സ് ചെയ്തു, ലോകം മുഴുവൻ കണ്ടതാണ്. അതുപോലെ ഇന്ത്യക്കും ഒരു അവകാശം ഇല്ലേ ശരിക്കും അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ? പലപ്പോഴും നമ്മൾ പല ന്യായീകരണങ്ങൾ നടത്തുമ്പോൾ പോലും പലരും പല ന്യായീകരണങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ രാജ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകും, അങ്ങനെയുള്ള കുറെ ന്യായീകരണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കൃത്യമായി ഇതുപോലുള്ള അഖണ്ഡതയെ മാനിക്കാതെയുള്ള ആക്രമണങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് അങ്ങ് എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ഇന്ത്യ പോലെയുള്ള ഒരു പരമാധികാരമുള്ള രാജ്യത്ത് മതത്തിന്റെ പേരിലാണെങ്കിലും രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും ഏത് തത്വശാസ്ത്രത്തിന്റെ പേരിലാണെങ്കിലും ബഹിസ്തരത നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് ഒരു തരത്തിലും പ്രോത്സാഹനമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് പ്രകടമാകുന്ന ഇടങ്ങളിലൊക്കെ ഇന്ത്യ പരമാധികാരമായ ഉള്ള രാജ്യമാണ്. അതിന് നിയന്ത്രിക്കുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുൻപിലുണ്ട്. അത് ഏത് രീതിയിൽ വേണം എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുക ഇന്ത്യ ഭരിക്കുന്ന ആളുകളുടെ ചുമതലയും അവരുടെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ടും ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ കണ്ട ഒരു വാർത്ത അനുസരിച്ചാണെങ്കിൽ ഇന്ത്യയിലേക്ക് കടന്ന ആക്രമണങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള 26 നിരപരാധികളെ കൊന്ന് തള്ളുവാനായിട്ട് തീരുമാനമെടുത്തവർക്കൊക്കെ നമ്മൾ ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അതീവ സുരക്ഷ നൽകുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കാണുമ്പോൾ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എപ്രകാരമാണ് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ല തന്നെയാണ്. ഒരു രാജ്യത്തിന് മേൽ കടന്നു കയറിയിട്ട് ആ രാജ്യത്തെ പൗരന്മാരെ കൊന്നുകളയുമ്പോൾ ആ രാജ്യത്തിന് എതിരെ ആണ് ഞങ്ങൾ എന്നുള്ള രീതിയിൽ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന വിധത്തിൽ പാകിസ്ഥാന്റെ നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ചടികൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒന്ന് തന്നെയാണ്. കാരണം സ്വന്തം രാജ്യത്തിന്റെ പൗരന് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനായിട്ട് ഈ രാജ്യം കടപ്പെട്ടിരിക്കുന്നു. അമിത്ഷാ ഏതാനും സമയങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഭീകരവാദം അവസാനിപ്പിക്കാൻ ഏത് അറ്റം വരെയും പോകുമെന്ന് അമിത്ഷാ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭീകരവാദം അത് ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലോ ഏത് മതത്തിന്റെ പേരിലോ ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലോ ആണെങ്കിൽ നമ്മുടെ രാജ്യത്ത് അത് വെച്ചു പൊറപ്പിക്കുവാനായിട്ട് അവകാശം കൊടുക്കുന്ന രീതിയിലേക്ക് ഒരു തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകാനായിട്ട് പാടില്ല. കാരണം ഇന്ത്യ മഹാരാജ്യത്ത് നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളുണ്ട്.
അവർക്ക് അവരുടേതായ വിശ്വാസ സംഹിതകളുണ്ട്, അവർക്ക് അവരുടേതായ പ്രവർത്തന ശൈലിയുണ്ട്. അപ്പോൾ ആ പ്രവർത്തന ശൈലിയും വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു മതം മാത്രം മതി അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം മതി എന്നുള്ള നിലപാടുകളോടുകൂടെ ഇത്തരം പ്രവർത്തനം ഉണ്ടാകുമ്പോൾ തിരിച്ചടികൾ സ്വാഭാവികമാണ്. അതിനെ നമ്മൾ മാനുഷികമെന്നോ അല്ലെങ്കിൽ മതേതര മൂല്യമെന്നോ അങ്ങനെ പറഞ്ഞ് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുകയല്ല വേണ്ടത്. മറിച്ച് പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ പ്രതികരിക്കണം. നമ്മൾ തക്കതായ താക്കീതുകൾ നൽകുന്നില്ല എങ്കിൽ, ഇസ്രായേൽ ഹമാസ് വിഷയം തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഇസ്രായേൽ ആ രാജ്യത്തിന്റെ മേലെ അവരുടെ പൗരന്മാരുടെ മേലെ കടന്നു കയറി അവരെ ഇല്ലാതാക്കുന്ന ശ്രമം വന്നപ്പോഴാണ് ഇസ്രായേൽ എന്ന് പറയുന്ന സമൂഹം തിരിച്ചടിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എനിക്കൊരു സംശയം, ഈ ഇസ്രായേൽ തിരിച്ചടിച്ചപ്പോൾ ലോകം മുഴുവൻ അല്ലെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വലിയ സാമൂഹിക രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഓൾ ഐസ് ഓൺ റാഫ എന്ന് പറഞ്ഞൊക്കെ സ്റ്റാറ്റസുകളും ഹാഷ്ടാഗുകളും ഒക്കെ ഇട്ടവർ എന്തുകൊണ്ട് സ്വന്തം രാജ്യത്തിന് വേണ്ടി ഒരു വാക്ക് പറയുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്ന് തന്നെയാണ്. ഈ സ്വന്തം രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോലുള്ള ഒരാളെ ഇത്തരത്തിൽ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് വേണ്ടി ഒരു നീതിക്ക് വേണ്ടി ഒരു ശബ്ദം ഉയർത്തുവാനായിട്ട് ഇവിടുത്തെ ആളുകൾക്ക്, ഇവിടുത്തെ നമ്മൾ പറയുന്ന ചില സോക്കോൾഡ് ബുദ്ധിജീവികൾക്ക് കഴിയുന്നില്ല എന്ന് കാണുമ്പോൾ ഇവരുടെയൊക്കെ മനസ്സ്, ഇവരുടെയൊക്കെ ചായ്വ് എങ്ങോട്ടാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വീണ് കിട്ടിയ ചില വാർത്തകളുടെ പിന്നാലെ അവർ യാത്ര ചെയ്ത് ഇവിടുത്തെ പല വിഷയങ്ങളിൽ നിന്നും പൊതുജനത്തെ ധാരണകൾ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ വാർത്തകളെ മുക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളിലൂടെ നമുക്കിതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ 26 ആളുകളുടെ ജീവന് പകരം ഇന്ത്യ രാജ്യം ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകൾ അവിടെ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാവുന്ന വിധത്തിൽ വന്നു കഴിയുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതികരിക്കും. അതിന് നമ്മൾ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു മതത്തിന്റെയോ ഒരു രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ പേരിലോ നമ്മൾ അതിന് കൂട്ടുനിൽക്കുകയല്ല വേണം. മറിച്ച് അവിടെ നമ്മൾ മാനുഷികമായിട്ടുള്ളത് കാര്യങ്ങൾ നോക്കണം, അവിടെ നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് നോക്കണം, എല്ലാം നോക്കണം. അതിന് നമ്മൾ തിരിച്ചടി കൊടുക്കേണ്ടയിടത്ത്, ശിക്ഷിക്കേണ്ടയിടത്ത്, അല്ലെ വടിയെടുക്കേണ്ടടുത്ത് വടിയെടുക്കണം. ഇപ്പൊ മോദി പറഞ്ഞതുപോലെ ഞങ്ങളുടെ കയ്യിലും ആണവായുധങ്ങളുണ്ട്, അത് ഞങ്ങൾ ദീപാവലിക്ക് പൊട്ടിക്കാൻ വെച്ചേക്കുന്നതല്ല എന്ന് മോദി പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, തിരിച്ചടി ഏത് നിമിഷം പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ കണ്ടൊരു വാർത്തയാണ്, നാവികസേനകൾ നേർക്ക് വന്നു എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോൾ യുദ്ധത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ യുദ്ധം ഒന്നിനും സമാധാനം നൽകുന്നതല്ല, ഒന്നിനും പരിഹാരവുമല്ല, അത് പ്രോത്സാഹനജനകവുമല്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിനും നമ്മുടെ രാജ്യത്തിന്റെ ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു ചെറുത്തുനിൽപ്പ് അനിവാര്യമാണ്. അന്ന് കരുതി ഇന്ത്യ പാകിസ്ഥാൻ പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതെ ഇവിടെ തീവ്രവാദം സമാധാനപരമായ അന്തരീക്ഷത്തിൽ പരിഹരിക്കപ്പെടും എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല, ആരും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചിലയിടത്തൊക്കെ ആയുധങ്ങൾ എടുക്കേണ്ട വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത് എപ്രകാരം എങ്ങനെയെന്നുള്ളതാണ് ഇപ്പൊ ഇന്ത്യയിലെ ആളുകൾ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. നമുക്ക് നമ്മുടെ ആളുകൾക്ക് നേരെ അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ അടങ്ങുന്ന ഈ രാജ്യത്തിന് നേരെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കും. അത് നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പൊ സാർ ഓർമ്മിപ്പിച്ചെടുത്തതുപോലെ ഇന്റലിജൻസിന് വീഴ്ചകൾ വന്നോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞ രാജ്യത്തിന്റെ അകത്ത് നിന്ന് രാജ്യത്തിനെതിരെ നിന്ന് പ്രതികരിക്കുന്ന രീതിയിലല്ല നമ്മൾ വേണം. മറിച്ച് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോയിട്ട് ഹമാസ് വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ഹമാസിന് വേണ്ടി നിലപാടെടുക്കുകയും വലിയ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അവര് പൊതിഞ്ഞു കെട്ടി നിന്ന് ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ചതിലൂടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളതൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലത് തന്നെയാണ്. അവരാരും ഇന്ന് ഈ രാജ്യത്തിന് വേണ്ടി ഒരു വാക്ക് പറയുന്നില്ല. അത് അവരെല്ലാവരും പറയാൻ ശ്രമിക്കുക ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നവരെന്തോ ആസൂത്രിതമായിട്ട് രൂപപ്പെടുത്തിയെടുത്ത എന്തോ ഒന്നാണ്, അത് അവരുടെ നിലനിൽപ്പിനെ അവരുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ എന്നുള്ള രാജ്യത്തിനാണ് മുറിവേറ്റത്, സാധാരണക്കാരായ ആളുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുറിവ് ഉണക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അതുകൊണ്ടായിരിക്കാം നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ പറഞ്ഞു കേട്ടത്, ജനനി ജന്മഭൂമി സ്വർഗാതപഗരിയസി, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ്, പെറ്റമ്മയും പിറന്ന നാടും സംരക്ഷിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് സംരക്ഷണം ആവശ്യമാണ്. അത് ഏത് വിധേന എന്നുള്ളത് ഇവിടുത്തെ അധികാരികൾ തീരുമാനിക്കട്ടെ. യുദ്ധം ഒന്നിനും പരിഹാരമാകുന്നില്ല. പക്ഷേ വാളെടുത്തവൻ വാളാലെ എന്ന് പറയുന്ന പോലെ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാകാതെ വാളെടുത്തവൻ വാളാലെ എന്നുള്ള ഒരു തത്വം അല്ലെങ്കിൽ ഒരു ചിന്ത നമ്മുടെ നാട്ടിലുള്ളപ്പോൾ തിരിച്ചടികൾ ഉണ്ടാകും എന്നതിന് യാതൊരു സംശയമില്ല. മറ്റൊരു കാര്യം, ശ്രീ അമൽ സിറിയക്ക്, നമുക്കറിയാം, ഇപ്പോൾ ഫാദർ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മൾ ഈ ഹമാസ് തീവ്രവാദികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിരവധി തവണ പറയുന്ന സാഹചര്യമുണ്ട്. അത് കേരളത്തിലെ ബന്ധപ്പെടുത്തി നമ്മൾ പ്രത്യേകിച്ചും എടുത്തു പറയുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇങ്ങനെയൊരു ആക്രമണം നടന്നപ്പോൾ പലപ്പോഴും
നമുക്ക് വളരെ കൃത്യമായി അറിയാം അവിടെ നടന്നത് ലിംഗത്തിൽ മതമുണ്ടോ എന്ന് നോക്കി തന്നെയാണ് അവിടെ ആളുകളെ മുഴുവൻ വെടിവെച്ച് വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് മതമില്ല, അങ്ങനെ ഒന്നുമില്ല, ഇത് വെറും ഒരു തീവ്രവാദി ആക്രമണമാണ്, ഒരു രാജ്യത്തിന്റെ ആക്രമണമാണ് എന്ന രീതിയിലേക്ക് അതിനെ ഒതുക്കി നിർത്തി വെള്ളപൂശാൻ ശ്രമിക്കുന്നതും ഒരു അപകടകരമായ വസ്തുതയല്ലേ? പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിൽ നമുക്കറിയാം പല ഹമാസിന്റെ പല നേതാക്കന്മാരെ, തീവ്രവാദി നേതാക്കന്മാരെ അടക്കം, അതുപോലെ തന്നെ ബ്രദർഹുഡ്, മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കന്മാരെ അടക്കം ഉയർത്തിക്കാട്ടി ഇവിടെ റാലികളൊക്കെ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കാശ്മീരിൽ ആക്രമണം നടന്നു, ആ ആക്രമണം മറ്റ് ഇടങ്ങളിലും നടക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയല്ലേ ഇത് ശരിക്കും വിളിച്ചു പറയുന്നത്? തീർച്ചയായിട്ടും അത് ഇന്നലെയോ അല്ല നമ്മൾ ഈ കേരളത്തിൽ ഇതിനുള്ള ഈ ഒരുക്കങ്ങളൊക്കെ നമ്മൾ കാണുക. അതായത് ഇത്തരത്തിൽ അനുകൂലമായിട്ട് തീവ്രവാദ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും കേരളം കുറെ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ പണ്ട് ബില്ലാദൻ അവിടെ വേൾഡ് ട്രേഡ് സെന്റർ തകർത്ത ആ കാലഘട്ടത്തിൽ ബില്ലാദനെ പ്രകീർത്തിച്ച് കവിത എഴുതിയ ഒരു നേതാവ് നമുക്കുണ്ടായിരുന്നു. ജി സുധാകരനൊക്കെ കവിത എഴുതി നമ്മൾ കണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് നമുക്കറിയാം മദനിയുടെ ഒക്കെ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്ന പിണറായി വിജയനെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ഈ അടുത്ത ഇടയ്ക്ക് തന്നെ നമ്മുടെ ഇപ്പോൾ ഉള്ള CPIM-ന്റെ പരമോന്നത നേതാവായി മാറിയിരിക്കുന്ന നമ്മുടെ MA ബേബി പറഞ്ഞിരിക്കുന്നത് എന്താ? മദനി ഒരു നിരപരാധിയാണ്, അദ്ദേഹത്തിനെ കാര്യമില്ലാതെയാണ് അവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം എൻ്റെ ഒരു നല്ല സുഹൃത്താണ്, അതിലെനിക്ക് തെറ്റൊന്നും തോന്നുന്നില്ല എന്ന രീതിയിലേക്ക് ന്യായീകരിക്കുന്ന രീതിയിലേക്കാണ് MA ബേബി കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നത് നമ്മൾ കണ്ടത്. മാത്രമല്ല മദനിക്ക് വേണ്ടി ഐക്യദാർഢ്യ സദസ്സില് പോയി പങ്കെടുക്കുന്നത് നമ്മുടെ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെ ഒക്കെ പരമോന്നത നേതാക്കൾ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണിത്. മാത്രമല്ല ഇപ്പം ഹമാസിനെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ CPIM-ന്റെ പരമോന്നതമായ ഒരു സമ്മേളന വേദിയിൽ അവിടെ കഫിയൊക്കെ ധരിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നു. മാത്രമല്ല കോൺഗ്രസ് തന്നെയും തുറന്ന നിലപാടുകൾ അതിനനുകൂലമായിട്ടൊക്കെ എടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി, അതായത് കാശ്മീരിലെ ഈ ഒരു ആക്രമണത്തിന്റെ പിന്നിൽ ഹമാസിന്റെ കരങ്ങൾ ഉണ്ടെന്നുള്ളതും അവിടെ പത്രമാധ്യമങ്ങൾ അവിടെ അറിയിക്കുന്നുണ്ട്. അതായത് ഒരു വർഷത്തിലധികമായിട്ട് ഹമാസിന്റെ നേതാക്കൾ അവിടെ വന്നു പോകുന്നുണ്ടായിരുന്നു, അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഇപ്പം പുറത്തു വരുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം ഇസ്രായേലിൽ നടന്ന ആ ഒരു പ്രക്രിയക്ക് സമാനമാണ് ഇപ്പോഴും നടക്കുന്നത്. അത് ആഗോളതലത്തിലെല്ലാം തന്നെ ഇതിന്റെയൊക്കെ സൂചനകൾ ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. അതായത് ഇസ്രായേലിൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു ആക്രമണം ഉണ്ടാകുന്നു, അവിടെയുള്ള പെൺകുട്ടികളെയും അതോടൊപ്പം തന്നെ കുട്ടികളെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്നു, പുരുഷന്മാരെയൊക്കെ കൊല്ലുന്നു. അപ്പൊ ആ ഒരു സംവിധാനം, പക്ഷെ ഇവിടെ അവിടെ മതം തിരിച്ചു തന്നെയാണ്. പ്രത്യേകമായ ഇതര മതസ്ഥരായിട്ടുള്ള, അതായത് മുസ്ലിം ഇതര മതസ്ഥരെയാണ് അവിടെ പിടിച്ചുകൊണ്ട് പോവുക. ഇവിടെയും അത് തന്നെയാണ് നടക്കുക. ഇവിടെയും ആ 26 പേരില് ഏകദേശം 20ഓളം പേരുടെ അടിവസ്ത്രമൊക്കെ ഊരി പരിശോധിച്ചൊക്കെ ആയിട്ടാണ് അത് മാധ്യമങ്ങളിൽ കാണുക. അപ്പൊ അതിന്റെയൊക്കെ വ്യക്തമാണ് എന്താണ് അവർ ഉദ്ദേശിക്കുന്നുള്ളത്. മാത്രമല്ല അവരുടെ മതം ചോദിക്കുന്നു. ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പം വെടിവെക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നത്, അതായത് രക്തസാക്ഷി പിറക്കുകയാണ് നമുക്ക്. അപ്പൊ അതുപോലെ ക്രിസ്ത്യാനിയാണ് കലീമ ചൊല്ലുക, അപ്പം കലീമ ചൊല്ലാത്തവരെ കൊല്ലുന്നു, ക്രിസ്ത്യാനി ആയിട്ടുള്ളവരെ കൊല്ലുന്നു, ഹിന്ദുക്കളായിട്ടുള്ളവരെ കൊല്ലുന്നു. എന്നാൽ അതേസമയം മുസ്ലിങ്ങളായിട്ടുള്ള മാറ്റി നിർത്തുന്ന ഒരു പ്രവണത നമ്മുടെ ഈ രാജ്യത്ത് ഉടലെടുക്കുന്നുണ്ടെന്നുള്ളത് ഒരു ചെറിയ സൂചനയല്ല, വലിയൊരു സൂചനയാണ്. ആ സൂചനയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ നമ്മുടെ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളവും പോരാത്തതിന് കേരളത്തിൽ നിന്നും ഉണ്ടാകുന്നുള്ളതാണ് നമ്മൾ കാണുന്ന വലിയൊരു അപകടം. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു കേരളത്തിലെ പല സാമൂഹിക മാധ്യമങ്ങളിലും അവർക്ക് അനുകൂലമായിട്ട്, ഈ തീവ്രവാദികൾക്ക് അനുകൂലമായിട്ടുള്ള പല കമന്റുകളും, അവരെ ന്യായീകരിക്കുന്ന കമന്റുകളും. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഇവിടെ നന്മമരങ്ങളെ സൃഷ്ടിക്കുന്നതായിട്ടുള്ള ഒരു പ്രവണതയെ നമ്മൾ കാണുന്നുണ്ട്. കാലാകാലങ്ങളായിട്ട് കുറെ നന്മമരങ്ങളെ ഇവിടെ ഉദിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, അതിന് പ്രത്യേകമായ പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രത്യേക കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ള നന്മമരങ്ങളെ പ്രത്യേകമായി പ്രതിഷ്ഠിക്കുന്നതായിട്ടുള്ള ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അവിടെ നടക്കുന്ന ആ ഒരു ഭീകരാക്രമണത്തിൽ കുറെ പേരെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള അടുത്തുള്ള ആളുകൾ സഹായിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തും. അത് സ്വാഭാവികമാണ്. രാജ്യത്തെമ്പാടും അല്ലെങ്കിൽ ലോകത്തെമ്പാടും ആകട്ടെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടെയുള്ളവര് ഉടനെ സഹായിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ ആ സ്വാഭാവിക പ്രക്രിയയെ വലിയ നന്മമര ചായ്വോടുകൂടിയാണ് ആൾക്കാർ ഇന്ന് പ്രതിഷ്ഠിക്കുകയും, മാത്രമല്ല കൊല്ലപ്പെട്ടവരെക്കാളും വാർത്താ പ്രാധാന്യം ഈ നന്മമരങ്ങൾക്ക് പ്രതിഷ്ഠിക്കുന്നതായിട്ടാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളോട് നമുക്ക് കാണാൻ സാധിക്കുക.
അപ്പം എന്തുകൊണ്ടാണ് അവർ കൊല്ലപ്പെട്ടത് അതിനെ അഡ്രസ്സ് ചെയ്യാതെ, ആ കൊലപാതക ആ പ്രവണതയോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ക്രമത്തെ അഡ്രസ്സ് ചെയ്യാതെ നന്മമരങ്ങളെ സൃഷ്ടിക്കാനായിട്ടും അതിൽ നിന്ന് വഴിതിരിച്ചു വിടുന്ന വാർത്തകളുമായിട്ടാണ് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ മുന്നോട്ട് പോവുക. അപ്പൊ അങ്ങനെ പോകുന്നതിന്റെ ആ ഒരു പ്രത്യേക അജണ്ട എന്താണെന്നുള്ളത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യങ്ങളുണ്ട്. ഇത്തരത്തില് ഈ നന്മമരങ്ങളെ സൃഷ്ടിച്ച് ഈ വാർത്തകളെ വഴിമാറ്റി വിടുന്നു. അതോടൊപ്പം തന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളില് ഈ തീവ്രവാദ അനുകൂലമായിട്ടുള്ള ധാരാളം കമന്റുകളും പ്രസ്താവനകളും വരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി. അദ്ദേഹം അവിടെ കൃത്യമായിട്ടും അവിടെ ഹിന്ദുക്കൾ കൊല്ലപ്പെടേണ്ടവരാണെന്നും ഇവിടെ ഇസ്ലാമിക ഒരു എന്താ പറയുന്നത് രാഷ്ട്രവൽക്കരണം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അള്ളാഹുവിന്റെ ആ ഒരു എന്താ പറയുന്നത് ഒരു അധികാരം അവിടെ വരേണ്ടതാണെന്നുള്ള രീതിയിലേക്ക് ഒരു പ്രകോപനപരമായിട്ടുള്ള സോഷ്യൽ മീഡിയ കമന്റ് ഒക്കെ ഇടുകയും അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതായിട്ട് ഉള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അപ്പൊ അതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ വളരെ എന്താ പറയാ ഭീതിയോടുകൂടെ കാണേണ്ടതാണ്. മാത്രമല്ല നമുക്കറിയാം കഴിഞ്ഞ ഇടയ്ക്കാണേലും പിന്നെ കുന്തിരിക്കം വീട്ടിൽ കാത്തു വെച്ചോളൂ വരുന്നുണ്ടോ നിന്റെയൊക്കെ കാലന്മാരെന്ന് പറഞ്ഞത് ഇവിടെ ആലപ്പുഴയിലാണ്. ആ ഒരു കൊച്ചുകുട്ടി അവിടെ ആർത്തിരമ്പി അത് മുദ്രാവാക്യം വിളിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള പല ആളുകളും നമ്മുടെ ഇടയിൽ ഉണ്ടെന്നും ഒക്കെ ഉള്ളത് വളരെ പ്രകടമായിട്ടുള്ള തെളിവുകൾ കാലങ്ങളായിട്ട് നമ്മളെ കാട്ടുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നില്ല, പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ കാശ്മീരിന്റെ ചരിത്രം നമ്മളെക്കാളെല്ലാം കൂടുതലായിട്ടും അറിയാവുന്നത് ഈ തീവ്രവാദികൾക്ക് തന്നെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാശ്മീരിന്റെ ഉത്ഭവം ആ കാലഘട്ടമൊക്കെ നമ്മൾ ആ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ മുഹമ്മദ് അലി ജിന്നയുടെ കാലഘട്ടത്തിലാണ് ഈ പ്രധാനമായിട്ടും ഈ രാജ്യം എന്ന രീതിയിലേക്ക് ഇന്ത്യ രൂപീകരിക്കുന്ന സമയത്ത് ഈ കാശ്മീരിന്റെ വിഷയം അവിടെ പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ ആ സമയത്തും ഈ ജിന്നയെ സംബന്ധിച്ചോളം ജിന്നയെ അന്ന് കാശ്മീര് പാകിസ്ഥാന്റെ കൂടെ ആക്കുക എന്നുള്ള ഒരു തന്ത്രത്തിൽ തന്നെയായിരുന്നു. അപ്പൊ പാകിസ്ഥാനും ആക്കുക ഹൈദരാബാദും ആക്കുക ഇതെല്ലാം ജിന്നയുടെ തന്ത്രത്തിൽ കിടക്കുന്ന സമയത്താണ് ഈ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഇടപെടലോടുകൂടെ ഈ ഹൈദരാബാദ് നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുന്നു. മാത്രമല്ല പാകിസ്ഥാന്റെ ആ ഒരു നമ്മുടെ കയ്യിലുള്ള പ്രദേശമൊക്കെ നമ്മുടെ ഭാഗമാക്കി മാറ്റാനുള്ള നടപടി നടക്കുന്നത്. ഈ സമയത്ത് ഈ ജിന്ന പെട്ടെന്ന് തന്നെ അവിടുന്ന് പാകിസ്ഥാൻ പ്രകോപനപരമായിട്ടൊരു യുദ്ധം നടക്കുകയാണ്. ആ സമയത്ത് ജിന്നയുടെ ആ ഒരു ആജ്ഞാപനത്തില് യുദ്ധം നടക്കുന്നു. യുദ്ധം നടന്ന് പെട്ടെന്ന് തന്നെ കുറെ പാകിസ്ഥാനിലുള്ള ചില എന്താ പറയുക സായുധധാരികൾ എന്ന് നമുക്ക് പറയാം, അവരെല്ലാം വന്ന് ഇന്ത്യയിലോട്ട് പെട്ടെന്ന് കടന്നു കയറുന്നു. കാശ്മീരിലുള്ള ജനതകളുടെ മേലിൽ ആധിപത്യം സ്ഥാപിക്കാൻ നോക്കുന്നു. ഈ സമയത്ത് കാശ്മീരിന്റെ അധിനിവേശത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ രക്ഷ തേടിക്കൊണ്ടുള്ള കത്തും മറ്റ് ഒപ്പുമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നത്. ആ സമയത്താണ് ഇന്ത്യ അഭയം കൊടുക്കാനായിട്ടും കാശ്മീർ ഇന്ത്യയോടുകൂടെ ചേർക്കാനുള്ള നടപടിക്ക് ശക്തി കൂട്ടുകയും അതോടൊപ്പം തന്നെ അവിടെ ഇന്ത്യയുടെ ഒരു തിരിച്ചടി ഉണ്ടാകുകയും കാശ്മീരിന്റെ കുറെ ഭാഗങ്ങൾ തിരിച്ചു പിടിച്ചുകൊണ്ട് ഇന്ത്യ ആ ഒരു രൂപവൽക്കരണത്തിലെ കാശ്മീർ ഭാഗമാകുന്നത്. പക്ഷെ ഈ ഭാഗമാകുന്ന കാലഘട്ടത്തിൽ തന്നെയും അന്ന് മുതലേ അവിടെയുള്ള ആളുകളുടെ മനസ്സിലും അല്ലെങ്കിൽ പല തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ പിന്നീട് ഉടലെടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാശ്മീർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വതന്ത്രമായ രാഷ്ട്രമാക്കുക അല്ലെങ്കിൽ പാകിസ്ഥാനോട് ചേർക്കുക. സ്വതന്ത്രമായി ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കുക അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രത്തോട് ചേർക്കുക എന്ന ഒരു ഇസ്ലാമിക ചിന്താഗതിയിലാണ് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അവിടെ പ്രവർത്തിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചോളം ഇന്ത്യയെ അരക്ഷിതമാക്കി മാറ്റുക, കാശ്മീർ എപ്പോഴും ഒരു പ്രശ്നമായത് അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലേക്കുള്ള ഒരു എന്താ പറയുക ഘട്ടങ്ങൾ അവിടെ ഒരുക്കി വെക്കുക, ആ രീതിയിലേക്ക് മാറ്റുക എന്നുള്ളത് ഈ തീവ്രവാദ സംഘടനകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അപ്പൊ അതിനായിട്ട് അവരിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇപ്പം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ചെയ്യുന്നത് മതപരമായിട്ടുള്ള ആ ഒരു ധ്രുവീകരണം ഇവിടെ നടത്തുന്ന ആ ഒരു പ്രക്രിയ തന്നെയാണ്. ഇത് തന്നെയാണ് കാശ്മീരി പണ്ഡിറ്റുകളുടെ കാലത്ത് ഇവർ ചെയ്തത്. 1990 കാലഘട്ടത്തിൽ കാശ്മീരി പണ്ഡിറ്റുകൾ അവിടെ കൊല ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ പലായനം ചെയ്യുകയും ചെയ്യേണ്ടതായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തീവ്രവാദ പ്രസ്ഥാനങ്ങൾ പെട്ടെന്ന് ഉടലെടുക്കുകയും മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്ന് ഈ കാശ്മീരി പണ്ഡിറ്റുകൾ പലായനം ചെയ്ത സമയത്തും നമ്മൾ ഇന്ന് അവിടുത്തെ എന്താ പറയുക അവിടെയുള്ള വില്ലേജേഴ്സ് അല്ലെങ്കിൽ അവിടെയുള്ള നാട്ടിലെ ജനങ്ങളെയൊക്കെ നമ്മൾ പറയും അവരെല്ലാം സാധാരണക്കാരാണ്, അവർക്ക് ഇതിനകത്തൊന്നും പങ്കില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും പല ആളുകൾക്കും അതിന് 2% ആളുകൾക്കും ഇത് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ അവരുടെ ആ ഒരു പിന്തുണ ഇതിന് ലഭിക്കുന്നുള്ളത് കൊണ്ടല്ലേ ഈ തീവ്രവാദികൾ ഇന്നും ഇന്നലെയും നാളെയും ഒക്കെ ഇവിടെ രംഗത്ത് വരിക എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. കാര്യം അവിടെയുള്ള സാധാരണക്കാരുടെ ഒരു പിന്തുണയും ഇല്ലെങ്കിൽ അവിടെയുള്ള തീവ്രവാദികൾക്ക് ഈ പുറത്തൂടെ ഇറങ്ങി നടക്കാനായിട്ടോ അല്ലെങ്കിൽ വെടിവെക്കാനായിട്ടോ വെടിവെച്ചിട്ട് ജീവനോടെ ഇരിക്കാനായിട്ടോ ജീവനോടെ സുരക്ഷിതമായിട്ട് അവിടെ കഴിയാനായിട്ടോ ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല. ഇപ്പം കാശ്മീരി പണ്ഡിറ്റുകളുടെ കാലഘട്ടത്തിലും ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചതാണ്. അതായത് നമ്മുടെ
ഒരു പത്രമാധ്യമ പ്രവർത്തകനായിട്ടുള്ള ബാബു രാമചന്ദ്രന്റെ ഒരു ഏഷ്യാനിലെ ഒരു അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. രാഹുൽ പണ്ഡിത എന്ന് പറയുന്ന ഒരു കാശ്മീരി പണ്ഡിറ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ ഈ പണ്ഡിത്തുകളുടെ ഈ പലായന കാലഘട്ടത്തിൽ അവിടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ചെറുപ്പകാലത്താണ് ഇവർക്ക് അവിടുന്ന് പലായനം ചെയ്യണമെന്നത്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിന് ഏകദേശം ഒരു 10 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവിടെ ശങ്കരാചാര്യ ഹിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിക്നിക് സ്പോട്ടിലോട്ട് ഇവർ പോകുന്ന സമയത്ത് അവിടെ ആയുധാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറെ മുസ്ലിം ചെറുപ്പക്കാര്. അപ്പം അന്ന് 1986 അങ്ങനെയുള്ള ആയുധാഭ്യാസം നടക്കുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് 89 ഈ കൊലപാതകങ്ങൾ നടക്കുകയും 90 ഈ പലായനമൊക്കെ നടക്കുകയും ചെയ്തത്. മാത്രമല്ല ഈ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നതിന് 89 കൊലപാതകങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പായിട്ട് അവർക്ക് അന്ന് സൂചന കിട്ടി. അതായത് അന്ന് ഒരു പാൽക്കാരൻ അവരുടെ വീട്ടിൽ, അതായത് ഒരു പാൽ മേടിച്ചിട്ടിരുന്ന പാൽക്കാരൻ വീട്ടിൽ വന്ന സമയത്ത് അവരുടെ റൂം ഒക്കെ ഒന്ന് പുതുക്കി പണിയുന്ന രീതിയിലേക്ക് പുതിയ റൂമുകളൊക്കെ അവരുടെ വീട്ടിൽ എടുക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് എന്താണ് ഇവിടെ നടക്കുന്നത് പാൽക്കാരൻ ചോദിച്ച സമയത്ത് ഇവര് പറഞ്ഞു ഇതുപോലെ മക്കളൊക്കെ ഇല്ലേ, അതുകൊണ്ട് റൂമിന്റെ ഒക്കെ എണ്ണം കൂട്ടാന്ന് പറയുന്ന സമയത്ത് പാൽക്കാരൻ പറയുന്ന ഒരു വാക്ക് അദ്ദേഹം പറയുകയാണ്. അതായത് ഇത് എന്തിനാ ഇങ്ങനെ കാശ് കളയുന്നത്, ഇതെല്ലാം ഞങ്ങളുടേതാകാൻ പോവല്ലേ, ഇതെല്ലാം മുസ്ലിങ്ങളാകാൻ പോവല്ലേ എന്ന രീതിയിലേക്ക് അദ്ദേഹം ഒരു വാക്ക് പറയുകയും കാര്യം അപ്പനെ അത് അപ്പം ഇത്തരത്തിലുള്ള പ്രവണതകൾ കാലാകാലങ്ങളായിട്ട് നടക്കുന്നതിനെ നമ്മൾ ജാഗ്രതയോടെ കാണുക. അത് ഇന്നും ഇന്നലെയും നാളെയും ഒക്കെ ഇവിടെ തെളിവായി നിൽക്കുന്നുണ്ടെന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ശരി ശരി ശരി. ശ്രീ അമൽശ്രീക്ക് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. കാലാകാലങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള കാലഘട്ടങ്ങളിൽ തന്നെ പല ഭാഗങ്ങളിലും ഒരുപക്ഷെ ഈ വർഗീയ സംഘർഷങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന കാലഘട്ടങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലും എനിക്ക് തോന്നുന്നു കൃത്യമായി അതുകൂടി ഉദ്ദേശിച്ച് തീവ്രവാദികൾ ആക്രമണം നടത്തിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച്, ഇതിന്റെ ഗവൺമെന്റിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അങ്ങനെയുള്ള സംഘർഷങ്ങൾ കൂടി, ആഭ്യന്തര സംഘർഷങ്ങൾ കൂടി ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നടപടി എടുക്കേണ്ടതാണ്. അപ്പോൾ നിലവിലെ ഒരു അവസ്ഥയിൽ, ഒരു യുദ്ധത്തിലേക്ക് ഇന്ത്യ പോകുന്ന അവസ്ഥയിൽ ആഭ്യന്തരമായി കൂടി കുറച്ച്, നമുക്കറിയാം ഇപ്പോൾ 18 പേരെങ്ങാണ്ട് കാശ്മീരിൽ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്തു എന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആഭ്യന്തരമായി കൂടി കുറച്ച് തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇല്ലേ? ശരിക്കും ഈ പ്രതികരണങ്ങളെല്ലാം വന്നപ്പോൾ പോലും നമുക്ക് അങ്ങനെ തോന്നുന്ന സാഹചര്യമുണ്ടല്ലോ. അതിലേക്കുള്ള നടപടികൾക്കൊന്നുമുള്ള സമയം ആയിരിക്കുകയല്ല ഇപ്പം. കാരണം ഇപ്പൊ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കാവൽക്കാരനെ വെട്ടിച്ചാണെങ്കിലും കള്ളനകത്ത് കയറിയിരിക്കുകയാണ്. അകത്ത് കയറിയവനെ പുറത്താക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നമ്മളുടെ ആത്മാവിനെ മുറിവേൽപ്പിച്ച ആ തീവ്രവാദികൾക്ക് ഉള്ള ശിക്ഷ കൊടുത്തതിന് ശേഷമാവണം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കുക. ഇപ്പം അമൽ ചൂണ്ടിക്കാണിച്ചതുപോലെ സ്ലീപ്പിംഗ് സെല്ലുകളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. അതിനെയൊക്കെ അനുകൂലിക്കുന്നവരെ നമുക്കറിയാം. അതൊക്കെ തീർച്ചയായും സർക്കാരിന്റെ ശ്രദ്ധയിൽ വരികയും കർശനമായ നടപടികൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അതല്ല ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ സുരക്ഷ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആ ചോദ്യം ചെയ്യപ്പെട്ടതിനെ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മതത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദ്യം ചെയ്തവർ തന്നെ പറയുമ്പോഴും അല്ലെന്ന് പറയുന്ന കുറെ പേരുടെ ദേശസ്നേഹത്തെ കുറിച്ചൊക്കെ സംശയം വരുമെന്നുള്ളത് സ്വാഭാവികമാണ്. അതൊക്കെ പരിഹരിക്കേണ്ടത് ഇപ്പോഴല്ല. ഇപ്പം നമ്മുടെ രാഷ്ട്രം ഒരു വലിയ പ്രതിസന്ധിയിലല്ല, വെല്ലുവിളി നേരിടുകയാണ്. അത് നേരിടാനുള്ള കരുത്ത് നമ്മുടെ സർക്കാരിനുണ്ട്. സർക്കാർ അത് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇപ്പം നമ്മൾ ഈ ഇന്ത്യയിൽ അതിന്റെ പേരിലൊന്നും ഇപ്പം ഈ ഹമാസിനൊക്കെ മുദ്രാവാക്യം വിളക്കിയ പോലെയൊന്നും ഇന്ത്യയുടെ ഒരു ദേശീയ ഒരു സുരക്ഷാ വീഴ്ചയ്ക്കെതിരെയുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒന്നും ഒരു നീക്കം ഉണ്ടാവുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. അത് ഇന്ത്യ സമ്മതിക്കത്തില്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും അതിന് ജനങ്ങൾ സമ്മതിക്കത്തില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു ശേഷിയൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു സഹതാപം, ചൂണ്ടിക്കാണിച്ച പോലെ നന്മ മരങ്ങളെ സൃഷ്ടിക്കുക, അവിടെ 26 പേര് കൊല്ലപ്പെട്ടതില് ഒരാള് അയാളുടെ കൂടെ കുതിരപ്പുറത്ത് പോയ ആളിന് വേണ്ടി സംരക്ഷിച്ച് അയാളെ വെടിവെച്ചു വന്നു, അതൊരു വലിയ വാർത്തയാക്കുക. ഇതൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു അനുകൂല തരംഗം ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ജനങ്ങൾ തീർച്ചയായിട്ടും സർക്കാരിന്റെ കൂടെയാണ് ഇതിനെതിരെയുള്ള, അല്ലെങ്കിൽ തീവ്രവാദത്തിനെതിരെ, മതപരമായ തീവ്രവാദത്തിനെതിരെയുള്ള നീക്കങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന
അല്ല അതിനെ സർവശക്തിയോടും കൂടെ പിന്താങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇപ്പോഴത്തെ സംബന്ധിച്ച് ഈ ഇങ്ങനെ ഈ ഒരു 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 മനുഷ്യത്വരഹിതം പൈശാചികമായ ഒരു പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സും നമ്മുടെ ജനങ്ങളുടെ ആത്മാഭിമാനവും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ ഒന്നും ശബ്ദിക്കാൻ ഇവർക്ക് സാധിക്കത്തില്ല. ഇങ്ങനെയുള്ള പ്രവണതകൾ അല്ലെങ്കിൽ ഈ ഇത്തരം പാകിസ്ഥാൻ അനുകൂലമായ അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദത്തിന് അനുകൂലമായ പ്രവണതകളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഭൂരിപക്ഷ സമുദായത്തിന്റെ അല്ല. ആ സമുദായത്തിൽ തന്നെ ഭൂരിപക്ഷവും അതിന്റെ കൂടെ അല്ല. ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ കേരളത്തിൽ തന്നെ വന്നാലും മുസ്ലിം ലീഗും സമസ്തയും ഈ തീവ്രവാദത്തെ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ആക്രമണത്തെ അപലപിച്ചു. അത് ഒരു വലിയ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അവർക്കാണ് ഒരുപക്ഷെ മുസ്ലിമിലുള്ള ഒരു നല്ല പങ്ക്. പക്ഷെ ഒറ്റപ്പെട്ട ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ അമലും മലരും കരുതിക്കോ കുന്തിരിക്കും കരുതിക്കോ എന്നൊക്കെ വിളിക്കുന്ന ഒരു ചെറിയ സമൂഹമുണ്ട്. അവര് ഇവിടെ പത്തി വിടർത്താനൊന്നും അല്ലെങ്കിൽ ഇവർ ഇവിടെ അഴിഞ്ഞാടാനൊന്നും അനുവദിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. കാരണം അതിനുള്ള സാഹചര്യം അവർക്ക് വേണമെങ്കിൽ ഒറ്റപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാമായിരിക്കും. പക്ഷെ അതൊക്കെ വളരെ കർക്കശമായി ഗവൺമെന്റ് നേരിടുകയും അതിനെയൊക്കെ അടിച്ചമർത്തുകയും ചെയ്യും. അതിനൊന്നും സംശയമൊന്നുമില്ല. പക്ഷെ അത്തരക്കാരൊന്നും അനങ്ങത്തില്ല. ഇപ്പൊ നമ്മളുടെ സങ്കടം എന്താന്ന് ചോദിച്ചാല് ഈ ഹമാസിന്റെ ആക്രമണത്തെ പോലും അപലപിച്ചു വലിയ പ്രസ്താവനകളും ഒക്കെ നടത്തുന്നവരൊക്കെ എന്തുകൊണ്ട് നിശബ്ദരാകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പം പാകിസ്ഥാൻകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന് പറയുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ പാകിസ്ഥാൻകാരായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഇന്ത്യ വിട്ടു പോകുന്നതിനെ കുറിച്ച് ഹ്യൂമൻ സ്റ്റോറി എന്നുള്ളതാണ്. അവർ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇത്രയും കാലം പാകിസ്ഥാൻകാരായി ജീവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രശ്നമല്ല. അവര് പോകുമ്പോൾ അതിന് വലിയ മാനുഷിക സ്റ്റോറി എഴുതുന്നു എന്നുള്ളതാണ്. മാധ്യമങ്ങളുടെയൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങളുടെയൊക്കെ ഒരു രീതിയെ സംബന്ധിച്ച് നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അവരുടെ ചില കുടുംബങ്ങളിൽ നിന്നൊക്കെ, വലിയ മാധ്യമങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ തന്നെ ചിലർക്ക് പാകിസ്ഥാൻ വധുക്കളൊക്കെ ഉണ്ടെന്നൊക്കെയുള്ള ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എന്തുമാത്രം ഇതിനെ അവരുടെ തീരുമാനങ്ങളെ സ്വാധീനിച്ചു എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ എങ്കിലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഗവൺമെന്റ് ഒരു തിരിച്ചടിക്കുമ്പോൾ അതിനെതിരെ ഒരു നീക്കമൊന്നും ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു കരുത്തോ അല്ലെങ്കിൽ അതിനുള്ള ശക്തിയോ ആർക്കുമില്ല. പക്ഷെ അക്കാര്യത്തിൽ ഗവൺമെന്റിന് ജാഗ്രത ഉണ്ടാവുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം കേരളം പോലെയുള്ളിടത്ത്, പ്രത്യേകിച്ചും കേരളം പോലെയുള്ളിടത്ത് ഇത്തരക്കാർ കൂടുതലുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഇന്ത്യയിൽ എവിടെ ഒരു മുസ്ലിം കലാപം ഉണ്ടായാലും 10 പേരെ അറസ്റ്റ് ചെയ്യുന്ന കേരളത്തിൽ നിന്നായിരിക്കും. കാരണം കേരളത്തിൽ അങ്ങനെയുള്ളവർക്ക് ഒളിച്ചിരിക്കാനും അല്ലെങ്കിൽ ജീവിക്കാനും ഒക്കെ ഉള്ള വലിയ സംവിധാനങ്ങൾ ഇവിടെ മാറി വരുന്ന മുന്നണികൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്നലെ വരെ സ്നേഹത്തോടുകൂടെ നിന്ന് നാളെ കാലത്തെ ഇങ്ങനെ ഒരു രൂപാന്തരം പ്രാപിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ് നമ്മൾ, എന്തുകൊണ്ട് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത്. നമുക്കറിയാം ഹരിസിംഗിന്റെ കാലത്ത്, കാശ്മീരിലെ രാജാവായിരുന്ന ഹരിസിംഗിന്റെ കാലത്ത് ഇന്ത്യയോട് ചേരാൻ ഹരിസിംഗ് രാജാവ് തീരുമാനിക്കുമ്പോൾ മുതൽ ഇതിനെതിരെ അമർഷമുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ നമ്മുടെ രാജ്യം സംരക്ഷിച്ച് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നൊക്കെ പറയുന്ന കോൺഗ്രസിന് പിന്നീട് ഒത്തിരി പിടിപ്പുകേടുകൾ പറ്റിയിട്ടുണ്ട്, ഒത്തിരി വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഈ 90കളിൽ നടന്ന മുസ്ലിം പണ്ഡിറ്റുകളുടെ ഒക്കെ പലായനം കോൺഗ്രസ് ഭരണകാലത്താണ് നടക്കുന്നത്. അതൊക്കെ എന്തുകൊണ്ട് നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അന്നൊക്കെ എന്തുകൊണ്ട് അവരതിനെതിരെ നടപടി എടുത്തില്ല എന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യമാണ്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ നമുക്കറിയാം, അടുത്ത കാലത്ത് പുറത്തു വന്ന ഈ 2013 വഖഫ് ഭേദഗതി നിയമത്തിൽ വരുത്തിയ മാറ്റങ്ങൾ, ഏത് ഭൂമിക്കും വഖഫ് ബോർഡിന് അവകാശം പറയാവുന്ന, ആരുടെ കൈവശം ഇരിക്കുന്ന ഭൂമിക്ക് അവകാശം പറയാവുന്നത് പോലെ അതിനെ കുറിച്ച് വഖഫ് ബോർഡ് എടുക്കുന്ന ഒരു തീരുമാനം കോടതികളിൽ പോലും ചോദ്യം ചെയ്യാനാത്ത പോലെയൊക്കെ എന്തുകൊണ്ട് നിയമം മാറ്റി എന്നൊക്കെ ഉള്ളതിന് കോൺഗ്രസ് ഉത്തരം പറയേണ്ടതുണ്ട്. കോൺഗ്രസ് ആണ് ഇപ്പോൾ ഒരു വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയാണെങ്കിലും കോൺഗ്രസ് പാർട്ടിയും അല്ലാതെ ഒരു പ്രതിക്കൂട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അവരവരുടെ നിലപാടുകളും അവരുടെ പ്രസ്താവനകളും ഒക്കെ സംശയം തോന്നുന്ന രീതിയിൽ അവരുടെ ഒരു ഭാരതത്തോടുള്ള കൂർണ്ണ, അല്ലെങ്കിൽ അവരുടെ ഒരു അവർ പറയുന്ന മതേതരത്വത്തെക്കുറിച്ച് അവർക്കുള്ള ഒരു സങ്കല്പത്തെക്കുറിച്ചൊക്കെ സംശയം തോന്നുന്ന നിലയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവരെന്ത് പറഞ്ഞാൽ ഉടനെ ന്യൂനപക്ഷം എന്ന് പറയും. ന്യൂനപക്ഷം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് മുസ്ലിം മാത്രമാണ് എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. പക്ഷെ ഇപ്പം അഖിലേന്ത്യാ തലത്തിലേക്കുള്ള കണക്കുകൾ വരുമ്പോൾ ഹിന്ദുസ്, മുസ്ലിംസ്, പിന്നെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഫസ്റ്റിൽ അതിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ആയിട്ടുണ്ട് ഇന്ത്യയിൽ. കാരണം മുസ്ലിംസ് ഇന്ത്യയിൽ ന്യൂനപക്ഷമല്ല, 20% കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട്
അവരൊരു ന്യൂനപക്ഷം എന്നുള്ള ആ ഒരു പ്രത്യേക പരിഗണന, പിന്നോക്കം എന്നുള്ള പ്രത്യേക പരിഗണന ഇപ്പൊ ഏതായാലും ജാതി സെൻസസിനൊക്കെ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. അതൊക്കെ നടന്ന് കഴിഞ്ഞു വരുമ്പോഴത്തേക്കൊക്കെ ഉള്ള പല സുപ്രധാന തീരുമാനങ്ങളും ഇന്ത്യയിൽ ഉണ്ടാകും. ആ തീരുമാനങ്ങളൊക്കെ ഇന്ത്യയിലെ ശരാശരിക്കാരന്റെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന തീരുമാനങ്ങളായിരിക്കും. ഇന്ത്യയുടെ ആത്മാഭിമാനം ഉറപ്പിക്കുന്ന തീരുമാനങ്ങളായിരിക്കും. അതിലേക്കൊക്കെ പോകാൻ സർക്കാരിന് സാധിക്കുള്ളൂ. അതിന് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ഒരു സർക്കാരാണ് ഇപ്പം ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും അസ്വസ്ഥപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ ഈ പ്രവണതകൾ ഇങ്ങനെ ഓരോ സമീപനങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നത് അങ്ങനെയുള്ള യാതൊരു ചിന്തയ്ക്കും കാരണമില്ല. കാരണം അതൊന്നും ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല. ഏത് പാർട്ടി ഏത് സംസ്ഥാനത്ത് ഭരിച്ചാലും ഇന്ത്യ ഭരിക്കുന്നത് പാർട്ടിക്ക് അതിനകത്ത് ഡിറ്റർമിനേഷൻ ഉണ്ട്. ആ കാര്യത്തിൽ അവർ ഉറച്ച് തീരുമാനങ്ങൾ എടുക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും നമുക്കൊരാശങ്കയ്ക്ക് അവകാശമില്ല. പക്ഷേ ഫാദർ സ്കോട്ട്സ്ലി പുളിമോട്, നമുക്കറിയാം പലപ്പോഴും മാധ്യമങ്ങളടക്കം, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ നടന്നു. അവിടെ കൃത്യമായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വെടിവെച്ച് കൊന്നത് എന്ന് നമുക്കറിയാം. ഇത് ഒരുപക്ഷെ കേരളത്തിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഇത് ഇന്ന് മാത്രം കേൾക്കുന്ന ഒരു കാര്യമല്ല. കൃത്യമായിട്ട് നമുക്കറിയാം പല രാജ്യങ്ങളിലും ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ, എന്ന് വെച്ചാൽ അന്ന് പല രാജ്യങ്ങളിൽ നടന്ന ഈ ഇസ്ലാമിക തീവ്രവാദ ആക്രമണത്തിന്റെ അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് ഒരുപക്ഷെ ഇന്ത്യയിൽ സംഘർഷത്തിന് ഉള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്താണ് ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ നമുക്കത് പൂർണ്ണമായും നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം നമ്മളിത് ഇറാഖിൽ കണ്ടു, സിറിയയിൽ കണ്ടു, അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കാണുന്നു, പല സ്ഥലത്തും കാണുന്ന കാര്യമാണ്. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കമുള്ള, അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അടക്കമുള്ളവർ ഇത് കാര്യക്ഷമമായിട്ട് അതിന്റെ സീരിയസ് ആയിട്ടുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും അത് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ നേതാക്കന്മാരുടെ സംസാരങ്ങളോ ഒക്കെ അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണെന്ന് തോന്നുന്നു വേടന്റെ ഒരു ചിത്രം, അല്ലെങ്കിൽ വേടന്റെ ഒരു ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വിവാദങ്ങൾ, അല്ലെങ്കിൽ വേടൻ ഉപയോഗിച്ചില്ലയോ, അല്ലെങ്കിൽ അദ്ദേഹം ഉയർന്ന രാഷ്ട്രീയം എന്തോ, രാഷ്ട്രീയത്തിന്റെ നിലപാടുകൾ എന്തോ അത് പറയുവാനായിട്ടാണ് എല്ലാവരും വെമ്പൽക്കൊള്ളുക. അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടക്കുന്ന മാലയുടെ വണ്ണവും കനവും, അതിൽ കിടക്കുന്ന നഖവും, അതിൽ കിടക്കുന്ന നിറവും നോക്കിയിട്ട് ഇവിടെ ചാനലുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോധപൂർവം ഇവരിവിടുത്തെ മറ്റു പല വിഷയങ്ങൾ മറന്നുപോവുകയാണ്. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾ ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായി എന്ന പേരില് വലിയ വലിയ പീഡനങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ഒരു തലമുറയുടെ മധ്യത്തിലൂടെയാണ് നാം ജീവിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ ഓരോ ദിവസവും, ഇപ്പൊ ഓർമ്മപ്പെടുത്തിയല്ലോ, ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സ്വന്തം രാജ്യത്ത് ഇപ്രകാരം ഒരു പ്രശ്നം ഉണ്ടായി എന്ന് കാണുമ്പോൾ നമ്മൾ അതിനെ അഡ്രസ് ചെയ്യാനായിട്ടും നമ്മൾ അതിനെതിരെ ബോധപൂർവം പ്രതികരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ മാധ്യമങ്ങളുടെ മാധ്യമ ധർമ്മത്തെ, അവരുടെ ആ ഒരു മാധ്യമ പ്രവർത്തനത്തിന് അതിന്റെ ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മം അവർ എത്രമാത്രം വിനിയോഗിക്കുന്നു എന്നുള്ളതും, അവരുടെ മാധ്യമധർമ്മത്തിന് അല്ലെങ്കിൽ സാമ്പത്തികമായ മറ്റ് ലാഭങ്ങളും മറ്റു പല ചിന്താഗതികളും അവരെ കടന്നുകയറ്റം, അല്ലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു കടന്നുകയറ്റം അവരുടെ മാധ്യമ പ്രവർത്തനങ്ങളിൽ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്ന ഒരു അവസരമായിട്ട് ഇതിനെ കാണുകയാണ്. അതോടൊപ്പം തന്നെ ഇവര് പറയാതിരിക്കുമ്പോഴും ഇവര് മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ഓർമ്മപ്പെടുത്തിയത് ചില നന്മമരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത്, അല്ലെങ്കിൽ ഇന്ത്യ യുദ്ധത്തിന് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ യുദ്ധം എന്തോ ഒരു വലിയ ഭീകര അന്തരീക്ഷം, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന്റെ തലത്തിലേക്ക് ഇത് മാറ്റിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ലായിരുന്നില്ല. ഒരു മതത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ മത തീവ്രവാദത്തിന്റെ പേരിൽ ഒരു രാജ്യത്തിലേക്ക് കടന്നു കയറി ആ രാജ്യത്തിന്റെ സമാധാനം, ആ രാജ്യത്തിന്റെ സ്വസ്ഥതയും നഷ്ടപ്പെടുത്തി കളയുന്ന രീതിയിലേക്ക് മതം ഇതിനകത്ത് കൂട്ടിക്കുഴച്ചുകൊണ്ട് ഒരു വലിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് ദൂരവ്യാപകമായ പ്രതിസന്ധികൾ നമ്മുടെ ഭാവിയിൽ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടും. മിഷൻ 2047 എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രവർത്തന പദ്ധതികൾ രൂപമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ, ഇത് നമ്മൾ പല ഇടത്ത് നടക്കുന്ന സംഭവങ്ങളെ ഒരുമിച്ച് ചേർത്ത് വായിച്ചു നോക്കുമ്പോൾ, ഇന്ത്യ മഹാരാജ്യത്ത് നാളെ നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ ഇത്തരത്തിലുള്ള തീവ്രവാദ പരിശീലനം കിട്ടിയവരും അല്ലെങ്കിൽ പരിശീലിക്കാനായിട്ട് പോകുന്നവരൊക്കെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ രാജ്യത്തിന്റെ ഒരു നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ബഹുസ്വരതയിലേക്ക്, അല്ലെങ്കിൽ നാനാജാതി മതസ്ഥര് അധിവസിക്കുന്ന ഈ രാജ്യത്തിന്റെ നിലനിൽപ്പാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. സാറൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ
ആഭ്യന്തര കലാപങ്ങളിലേക്ക് പോകുന്ന രീതിയിലേക്കല്ല ഇപ്പോൾ എങ്കിൽ തന്നെയും, പക്ഷെ സമീപ ഭാവിയിൽ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ ഇവർ സൃഷ്ടിച്ചെടുക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇന്ന് പലയിടങ്ങളിലും അവിടെ നടന്ന സംഭവങ്ങളെ കണ്ടതായിട്ട് പോലും നടിക്കാതെ അതിനെയൊക്കെ ന്യായീകരിക്കുന്ന, അനുകൂലിക്കുന്ന നിലപാടുകളായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. അങ്ങ് പറഞ്ഞത് ശരിയാണ്. മുർഷിദാബാദ് അടക്കമുള്ള സംഭവങ്ങൾ ഒരുപക്ഷെ നമ്മളോട് അത് ചെറിയ തോതിലെങ്കിലും വിളിച്ചു പറയുന്ന സാഹചര്യമുണ്ട്. ശ്രീ അമൽ ശ്രീയൊക്കെ കുറഞ്ഞ വാക്കുകളിൽ നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. നമ്മളിപ്പോൾ ഫാദർ ഇപ്പോൾ മാധ്യമങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു. ഒരു വോട്ട് ബാങ്കിന് വേണ്ടി ഒരുപക്ഷെ രാജ്യത്തിന്റെ സുരക്ഷയെ പോലും അപകടപ്പെടുത്തുന്ന രീതിയിലേക്ക് വോട്ട് ബാങ്കിന് വേണ്ടി നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിനെ കൃത്യമായി വിശകലനം ചെയ്യാത്ത അവസ്ഥയുണ്ട് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ശ്രീ അമൽ സിറിയക്. തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങളാകട്ടെ, രാഷ്ട്രീയക്കാരാകട്ടെ, സാമൂഹ്യ നിരീക്ഷകരാകട്ടെ, അതായത് നമ്മുടെ പൊതുവേദിയിൽ വരുന്ന ചില എന്താ പറഞ്ഞ കവയിത്രികളും സാഹിത്യകാരന്മാരൊക്കെ ആകട്ടെ, എല്ലാവരും തന്നെ ഒരു ജനപ്രീതി അല്ലെങ്കിൽ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ ഇത് തേടിയാണ് മുന്നോട്ട് പോവുക. മാത്രമല്ല മാധ്യമങ്ങളിലൊക്കെ പിന്നെ പ്രത്യേകമായ ഒരു സ്രോതസ്സാണ് പരസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ പരസ്യദാതാക്കൾക്ക് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കാനായിട്ടും അവരെ ഫണ്ട് ചെയ്യുന്ന ആരാണോ അവർക്ക് വേണ്ടി വാദിക്കാനായിട്ടൊക്കെ തയ്യാറാകുന്ന രീതിയിലാണ് ഈ രാജ്യത്തിന് മുന്നോട്ട് പോക്ക്. ഇപ്പം ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് ഈ പഹൽഗാം ദുരന്തത്തില് അവിടെ സർവൈവ് ചെയ്ത ഒരു സ്ത്രീ, അതായത് സ്വന്തം ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: എന്തുകൊണ്ടാണ് ലോക്കൽസ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാതിരുന്നത്? 15 മിനിറ്റോളം അവിടെ വെടിവെപ്പ് നടന്ന സമയത്ത് ലോക്കൽസ് ഞങ്ങളൊന്നും കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വന്നില്ല. അതോടൊപ്പം തന്നെ പോലീസുകാർ സപ്പോർട്ട് ചെയ്യാൻ വന്നില്ല. മാത്രവുമല്ല അവിടെ ഉണ്ടായിരുന്ന കുതിര സഫാരിക്കാർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾ കപ്പിൾസ് ആയിട്ട് മുന്നോട്ട് പോവുക, അതായത് നിങ്ങൾ കപ്പിൾസ് ആയിട്ട് മാത്രമായിട്ട് നടക്കുക, കപ്പിൾസ് ആയിട്ട് നടക്കാന്ന് പറഞ്ഞുകൊണ്ട് അവരോട് തുടരെ പറയുന്നതായിട്ടൊക്കെ ആ ഒരു സ്ത്രീ ഇപ്പം ദേശീയ മാധ്യമങ്ങൾക്ക് ഒരു അഭിമുഖം കൊടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് ഉറപ്പാണ് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ ആ സ്ത്രീ പറഞ്ഞ ആ അഭിമുഖം പ്രസിദ്ധീകരിക്കത്തില്ല എന്നുള്ളത് എന്നെ അതിന് 100% ഉറപ്പാണ്. ഇനി പ്രസിദ്ധീകരിച്ചാൽ തന്നെ രണ്ടുപേരിൽ ഒതുങ്ങുകയും ചെയ്യും. അപ്പൊ അത്തരത്തില് ഈ കൃത്യവും കാര്യങ്ങളുമായിട്ടുള്ള അവിടെ നിന്നുള്ള എന്താ പറഞ്ഞ ആ ഒരു സംഭവത്തിന് എന്താ പറഞ്ഞ അനുഭവിക്കേണ്ടി വന്ന, അതായത് സ്വന്തം ഭർത്താവോ അല്ലെങ്കിൽ അപ്പനോ മരണപ്പെട്ടവരുടെ ആ ഒരു കൃത്യമായ വാക്കുകൾ, സംഭവ സ്ഥലത്തുള്ള വാക്കുകൾ എടുക്കുന്നതിലുപരിയായിട്ട് പല മറ്റ് അജണ്ടകൾ ചേർത്തുകൊണ്ടുള്ള മാധ്യമധർമ്മമാണ് കേരളത്തിൽ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ ഒരു ധാരണ വരും കാലങ്ങളിലും പലപ്പോഴും നമുക്ക് സമൂഹത്തിന് കൊടുക്കാതെ വരുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇതിലൂടെ സംഭവിക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പം കാണുകയുണ്ടായി, നമ്മളിപ്പോ എന്തുകൊണ്ട് ഇപ്പം അച്ഛനും സൂചിപ്പിച്ചു, ഇവിടെ ഒരു മതത്തിന്റെ ഒരു അംശമാണ് ശരിക്കും പറഞ്ഞ ഇവിടെ പുലർത്തുന്നുള്ളത്. നമ്മൾ കാണുകയുണ്ടായി. അതായത് നമ്മുടെ തുർക്കിയിൽ ഒരു ഭൂകമ്പം നടന്നപ്പം 10 കോടി രൂപയാണ് കേരള സർക്കാർ തുർക്കി രാഷ്ട്രത്തിനായിട്ട് അനുവദിച്ചത്. അതേ തുർക്കി തന്നെയാണ് ഇപ്പം ആയുധങ്ങളുമായിട്ട് സൈനിക വിമാനം നമ്മുടെ പാകിസ്ഥാനോട്ട് അയച്ചിരിക്കുക. അപ്പം അത്തരത്തിലുള്ള മതതീവ്രമായ ചിന്താഗതിയുള്ള എർദോഗന്റെ കീഴിലുള്ള തുർക്കിക്ക് വേണ്ടി 10 കോടി രൂപ കേരളം അനുവദിക്കുന്നു. അതേസമയം തുർക്കി നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് അവിടെ പ്രവർത്തിക്കുന്ന ആ ഒരു കാര്യം, ഈ 10 കോടി ഉപയോഗിച്ച് തുർക്കി അവിടെ ആയുധങ്ങളുമായിട്ട് സൈനിക വിമാനത്തിൽ ഇങ്ങോട്ട് പാകിസ്ഥാനെ വരികയാണ് ഇന്ത്യക്കെതിരെ അവിടെ യുദ്ധത്തിന് വേണ്ടി സഹായിക്കാനായിട്ട്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുക. അതേസമയം മണിപ്പൂരിന് വേണ്ടി കരയുന്ന കേരള സർക്കാരും ഒന്നും തന്നെ മണിപ്പൂരിന് എന്തെങ്കിലും ഈ 10 കോടി രൂപ കൊടുത്തായിട്ട് നമ്മൾ കേട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മള് പ്രഥമ ദൃഷ്ടിയ കാണുന്ന പല കാര്യങ്ങളിലൊന്ന്. പിന്നെ പറയുകയാണ്, ശരി, അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. തുർക്കി കൃത്യമായി ഡ്രോണുകൾ അടക്കം പാകിസ്ഥാനിലേക്ക് എത്തിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. നമുക്കറിയാം രാജ്യം പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. നമ്മളോട് ചർച്ച ചെയ്ത 3 പേരും നമ്മളോട് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. രാജ്യം വളരെ വലിയ ഒരു സംഘർഷത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ കൃത്യമായി നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്തിന് കൃത്യമായി ഇതിനെയെല്ലാം അഡ്രസ്സ് ചെയ്യാനുള്ള ശക്തിയുണ്ട്. അത് കൃത്യമായി അഡ്രസ്സ് ചെയ്തിരിക്കും എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ലോകരാഷ്ട്രങ്ങൾ പലപ്പോഴും ഇന്ത്യയോട് സംയമനം പാലിക്കണം എന്ന് പറയുമ്പോൾ പോലും നമുക്കറിയാം അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ എന്താണ് ചെയ്തതെന്ന്. തോറ
പോറ മലനിരകൾ അടക്കം ബങ്കർ ബസ്റ്ററുകൾ അടക്കം ഇട്ട് ഇടിച്ച് നിരത്തി അരിച്ചു പെറുക്കി അതിനുശേഷം പാകിസ്ഥാൻ എന്ന രാജ്യത്തിലേക്ക് കൂടി കടന്നു കയറി അവരുടെ ആരാണോ അവരുടെ രാജ്യത്ത് അനിശ്ചിതത്വം സൃഷ്ടിച്ചത്, സംഘർഷം സൃഷ്ടിച്ചത്, ആക്രമിച്ചത്, അവരെ കൃത്യമായി ഇല്ലായ്മ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇത് തന്നെ ഇസ്രായേലും ചെയ്തത്. അങ്ങനെ തന്നെയാണ് ലോകരാജ്യങ്ങളെല്ലാം ചെയ്യുന്നത്. ചൈന അടക്കം റഷ്യ അടക്കം എല്ലാവരും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തിനുള്ളിലേക്ക് ഇതുപോലെ കടന്നു കയറി ഒരു അനിശ്ചിതത്വം സൃഷ്ടിച്ച ഒരു രാജ്യത്തിനെതിരെ കൃത്യമായി നടപടി സ്വീകരിക്കുവാനുള്ള ആർജവത്വം ഇന്ത്യക്കുണ്ട്, അവകാശം ഇന്ത്യ മഹാരാജ്യത്തിനുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ അപ്പോഴും വോട്ട് ബാങ്കിന് വേണ്ടി സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നത് വളരെ ഭീകരമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഗസ്റ്റുകൾ സൂചിപ്പിച്ചു, തുർക്കിയെ കുറിച്ച് സൂചിപ്പിച്ചു, അതുപോലെ തന്നെ ഹമാസ് തീവ്രവാദികളെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇവരെയെല്ലാം കേരളത്തിൽ ഉയർത്തിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളടക്കം ഉയർത്തിക്കൊണ്ട് നടക്കുന്ന സാഹചര്യമുണ്ട്. അവരെ തീവ്രവാദികൾ എന്ന് വിളിക്കാൻ അവർ മനസ്സ് കാണിക്കാത്ത സാഹചര്യമുണ്ട്. പക്ഷേ മനസ്സിലാക്കുക, ഇവരെല്ലാവരും രാജ്യത്തിന് എതിരെ നിൽക്കുന്നു, രാജ്യത്ത് അന്തഃഛിദ്രം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അവരെ എതിർക്കേണ്ടത് എല്ലാവരും ഒരുമിച്ചാണ്. വോട്ട് ബാങ്ക് നോക്കി രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെ അപകടപ്പെടുത്തുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും വളരെ നന്ദി.